നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 18-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, LPG ഗ്യാസ് സബ്സിഡി കൃത്യമായി ലഭിക്കുന്നതിനും ദുരുപയോഗമൊക്കെ തന്നെ തടയുന്നതിനുമായിട്ട് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ബയോമെട്രിക് ആധാർ വെരിഫിക്കേഷൻ KYC പെട്രോളിയം മന്ത്രാലയം നിർബന്ധമാക്കി. ഇത് പുതിയ നിബന്ധനയല്ലെന്നും സബ്സിഡി വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെയൊക്കെ തന്നെ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ആഗോള സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് സബ്സിഡി മാനേജ്മെൻറ്റ് കൂടുതൽ സുതാര്യമാക്കുകയാണ് ഈ ഒരു നയത്തിലൂടെ ഇപ്പോൾ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. IOC, BPCL, HPCL തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ഒരു ഇലക്ട്രോണിക് KYC ഉത്തരവ് ബാധകമാണ്. ഗ്യാസ് ഏജൻസികൾ നേരിട്ട് പോകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനുള്ള സൗകര്യം മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. ഇതിനായിട്ട് എണ്ണ വിതരണ കമ്പനികളുടെയൊക്കെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി, അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പുകൾ വഴിയും ആധാർ ഫേസ് RD ആപ്പും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ് റെക്കഗ്നേഷൻ സംവിധാനത്തിലൂടെ വീട്ടിലിരുന്ന് തന്നെ ഇലക്ട്രോണിക് KYC നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഏജൻസികളിലെ തിരക്ക് കുറയ്ക്കാനും ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ സമയം ലാഭിക്കാനും ഏറെ സഹായിക്കും. അതുപോലെ തന്നെ സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ എല്ലാ ഉപഭോക്താക്കളും തീർച്ചയായിട്ടും നിശ്ചിത സമയത്തിനകം തന്നെ ഈ ഒരു KYC പ്രക്രിയ പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതക കണക്ഷൻ PNG ഉള്ളവർക്ക് ഇനി മുതൽ ഗാർഹിക LPG കണക്ഷൻ നിലനിർത്താനായിട്ട് സാധിക്കില്ല. പാചകവാതക വിതരണത്തിലെ പ്രതിസന്ധികളൊക്കെ തന്നെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങളിലൊക്കെ തന്നെ വരുത്തിയ പുതിയ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു നടപടി. കേരളത്തിൽ നിലവിൽ പൈപ്പ് ലൈൻ വഴിയൊക്കെ തന്നെ ഗ്യാസ് കണക്ഷനുള്ള ഒട്ടേറെ വീടുകളുണ്ടെങ്കിലും ഇതിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും LPG സിലിണ്ടറുകളുമൊക്കെ തന്നെ ഇപ്പോൾ കൂടെ തന്നെ കൈവശം വയ്ക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമം നിലവിൽ വന്നതോടുകൂടി PNG കണക്ഷൻ ഉള്ളവർ തങ്ങളുടെ LPG കണക്ഷൻ ഉടനടി തന്നെ സറണ്ടർ ചെയ്യേണ്ടതാണ്. ഇത്തരക്കാർക്ക് ഇനി മുതൽ സിലിണ്ടറുകളൊക്കെ തന്നെ റീഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഭാവിയിൽ പുതിയ LPG കണക്ഷനൊക്കെ തന്നെ എടുക്കാനോ അനുവാദമുണ്ടാകില്ല. സിറ്റി ഗ്യാസ് ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകളൊക്കെ തന്നെ നൽകുന്നത് കമ്പനികൾക്ക് ഇപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ദേശീയ പാതകളിലെ ടോൾ പ്ലാസകളിൽ വാഹനങ്ങളുടെയൊക്കെ തന്നെ ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്കിലൊക്കെ തന്നെ ഇപ്പോൾ 75 രൂപ വർധനവ് വരുത്തി ദേശീയപാത അതോറിറ്റി. 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. 2008 നാഷണൽ ഹൈവേ ഫീസ് റൂൾസ് പ്രകാരമാണ് ഈ ഒരു വർധനവ്. സ്വകാര്യ കാറ്, ജീപ്പ്, വാന് തുടങ്ങിയവയടക്കം തന്നെ ദേശീയപാതകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന 56 ലക്ഷത്തിലേറെ വാണിജ്യേതര വാഹനങ്ങളെ നിരക്ക് വർധന ബാധിക്കുന്നതാണ്. വാണിജ്യ വാഹനങ്ങൾക്ക് വാർഷിക പാസ് അനുവദിച്ചിട്ടില്ല. രാജമാർഗ യാത്രാ ആപ്പ്, ദേശീയപാത അതോറിറ്റിയുടെ വെബ്സൈറ്റ് എന്നിവ വഴി വാർഷിക പാസ് എടുക്കാൻ സാധിക്കും. രാജ്യത്ത് ഏകദേശം 56 ലക്ഷത്തോളം പേരാണ് നിലവിൽ ഈ വാർഷിക പാസ് ഉപയോഗിക്കുന്നത്. 2025 ഓഗസ്റ്റ് 15-നാണ് NHAI ഈ ഒരു സേവനം പൊതുവായിട്ട് അവതരിപ്പിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ പെൻഷൻ പ്രായപരിധി എത്താത്തവർക്ക് കുടിശ്ശിക നിവാരണത്തിനുള്ള മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുടിശ്ശികയും അതോടൊപ്പം തന്നെ പിഴ പലിശയും പ്രത്യേക ഇളവുകളോടുകൂടി അടയ്ക്കാനുള്ള സമയപരിധി 2026 മാർച്ച് 31-ന് അവസാനിക്കും. അംശാദായവും അതോടൊപ്പം തന്നെ പിഴ പലിശയും ഓൺലൈൻ വഴി നേരിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുടിശ്ശിക നിലവിലുണ്ടെങ്കിൽ ഈ കാലാവധിക്കുള്ളിൽ തന്നെ അത് തീർപ്പാക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം 60 വയസ്സിന് ശേഷം ലഭിക്കേണ്ട പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് ഇതൊരു തടസ്സമായേക്കാം. അതുകൊണ്ട് മാർച്ച് 31-ന് മുൻപ് തന്നെ കുടിശ്ശികകൾ അടച്ചു തീർത്ത് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിൻ്റെ ഈ ആനുകൂല്യം എല്ലാ പ്രവാസി സുഹൃത്തുക്കളും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു വിതരണം ഉടൻ ആരംഭിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം ലഭിച്ചിരുന്നത്. എന്നാൽ 2ാം ഘട്ടത്തിൽ 18 ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും കുറഞ്ഞത് ഒരു ഗഡുവെങ്കിലും എത്തിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനായിട്ടുള്ള വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വെരിഫിക്കേഷനൊക്കെ തന്നെ പൂർത്തിയാക്കി അപ്രൂവൽ നൽകുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങളൊക്കെ തന്നെ വരുത്തിയിരിക്കുന്നത്.
ഈ മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുൻപ് തുക ലഭിച്ചവർക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ ഗഡുവായിട്ടും ഇനി പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ച അപ്രൂവലൊക്കെ തന്നെ ലഭിച്ചവർക്ക് ആദ്യ ഗഡുവായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ നേരിട്ടെത്തും. പ്രത്യേക അറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ ഏത് സമയത്തും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശിക തുക വിതരണം ചെയ്യാൻ തീരുമാനമായതായാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അറിയിപ്പ്. മുഴുവൻ കുടിശ്ശികയില്ലെങ്കിലും 6 മാസത്തെ തുകയായിട്ടുള്ള 9600 രൂപ ഈ ഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും. പ്രതിമാസം 1000 രൂപ നിരക്കിലുള്ള കുടിശ്ശിക തുകയാണ് ഇത്തരത്തിൽ കൈമാറുന്നത്. സർക്കാർ ഗ്യാരണ്ടിയിൽ അനുവദിച്ച 50 കോടി രൂപയുടെ വായ്പയും മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ധനസഹായവും ഒക്കെ തന്നെ വിനിയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ കുടിശ്ശിക പെൻഷന്റെ വിതരണം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള 2000 രൂപ ലഭിക്കുന്നവർക്ക് ഈ മാസം അവസാന വാരത്തോടു കൂടി തുക ലഭ്യമായി തുടങ്ങും. 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് തുക ലഭിക്കുകയെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴിയും നേരിട്ടും നടത്തുന്ന ഈ വിതരണം അത് വരും മാസങ്ങളിലും തടസ്സമില്ലാതെ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകൂർ നടപടികളും ഫണ്ടുമൊക്കെ തന്നെ സർക്കാർ ഇതിനോടൊപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവും സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ച അറിയിപ്പാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, അതോടൊപ്പം തന്നെ ശബരിയുടെ പായസം മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. ഇതോടൊപ്പം തന്നെ റംസാൻ കിറ്റുകളുടെ വിതരണവും ഏപ്രിൽ 20-ാം തീയതി വരെ തുടരുന്നുണ്ട്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും, അതായത് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒക്കെ തന്നെ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും റെഡീം ചെയ്യാവുന്നതാണ്. മാത്രമല്ല റേഷൻ വിതരണത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ മാസം മാർച്ച് മാസം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയായിട്ട് 25 രൂപ നിരക്കിൽ 20 കിലോ അരിയും ലഭ്യമാണ്. നീല കാർഡുകൾക്ക് 2 കിലോ സ്പെഷ്യൽ അരിയും അതോടൊപ്പം തന്നെ വെള്ള കാർഡുകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 6 കിലോ അരിയും ലഭിക്കും. കൂടാതെ നീല വെള്ള കാർഡുകൾക്ക് 4 കിലോ ആട്ടയും എല്ലാ കാർഡ് ഉടമകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം അനുവദിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല കാർഡ് ഉടമകൾ ഉണ്ടെങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ മാർച്ച് മാസം നിർബന്ധമായിട്ട് നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടരുന്ന ഇടിവുകൾക്ക് വിരാമം വിട്ടിരിക്കുകയാണ് സ്വർണ്ണവില. ചൊവ്വാഴ്ച മാർച്ച് 17-ാം തീയതി വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് കൂടിയത്. ഗ്രാമിന് 14,540 രൂപയിലും പവന് 1,16,320 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.